ഇന്നിപ്പോൾ ഒരു പൊതിച്ചോറാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് നമ്മൾ ലുലുന്ന് വാങ്ങിയത്. നല്ല ലാഭത്തിന് ലുലുന്ന് നമുക്ക് കിട്ടുന്ന ഒരു പൊതിച്ചോറാണ് കേട്ടോ. അത്യാവശ്യം തിരക്കേടില്ലാത്ത ക്വാണ്ടിറ്റി ചോറും പിന്നെ കുറച്ച് കറികളും ഒക്കെ ഉണ്ട്. വലിയ രീതിക്ക് അങ്ങ് കറികളൊന്നും പറയാനില്ല, കാരണം അതിനനുസരിച്ചുള്ള വില അവർ വാങ്ങുന്നുള്ളൂ കേട്ടോ. പിന്നെ വാഴയിലാണ്, അതും ഒരു സന്തോഷമാണ്. അപ്പോൾ ഒരു സാമ്പാറുണ്ട്, മീൻകറിയുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ മുട്ടയപ്പം, പിന്നെന്താ ഒരു തോരൻ, കുറച്ച് മീൻ വറുത്തത്, കുറച്ച് അച്ചാറും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, അത് 2 പേർക്കായിട്ട് നമുക്ക് പങ്കിട്ട് കൊടുക്കാൻ പറ്റും. വലിയവർക്കായാലും ചിലപ്പോൾ കുറച്ച് ചോറൊക്കെ ബാലൻസ് വരും. അന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ക്വാണ്ടിറ്റി ചോറ് അവർ തരുന്നുണ്ട്. പക്ഷേ ഈ 1 റിയാൽ ചില്ലറ എന്തോ ആവുന്നുള്ളൂ. പക്ഷേ ഇത് നല്ല ലാഭമാണ്. പുറത്തൊരിടത്തൊക്കെ കയറിയിരുന്ന് നമ്മൾ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടെ നിന്നൊരു പൊതിച്ചോറോ മേടിക്കുമ്പോൾ ഈ വിലയ്ക്ക് നമുക്കിവിടെ ഒന്നും കിട്ടാറില്ല. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുന്നവർക്കാണ് ഈ ലുലുന്ന് ഇങ്ങനെ ഈ പൊതിച്ചോറ് കിട്ടുമ്പോൾ ഒരു ലാഭം. കാരണം അവർക്ക് പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് തന്നെ ആയാലും കഴിക്കാം, വലിയ വിലയാവുന്നില്ല. സാധാരണക്കാരെ സംബന്ധിച്ച് അവരുടെ മനസ്സും നിറയുന്നൊരു കാര്യമാണ് കേട്ടോ ഈ പൊതിച്ചോറ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ മീൻകറിയും ഒക്കെ എടുത്തൊഴിച്ച് മോള് കഴിക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് ചോറ് അമ്പാടിക്കും, കുറച്ച് ചോറ് ഞാനും, ഞങ്ങൾ 3 പേരും കൂടാണ് കേട്ടോ ഈ ഒരു പൊതിച്ചോറ് കഴിച്ചത്. ഈ പൊതിച്ചോറ് കണ്ടിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കൊതി വന്നില്ലയോ? അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.